ഇവൻ എൻ്റെ ബൂക്കി. ഇവനെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് 1 വർഷമായി. ഇവൻ എങ്ങനെ എൻ്റെ അടുത്ത് എത്തിപ്പെട്ടു എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ അമ്മ ആഹാരം തേടി പോകുന്ന സമയത്തോ അതോ ആ അമ്മയുടെ കൺമുമ്പിൽ വെച്ചോ ആയിരിക്കാം ബൂക്കി അടക്കം 4 കുഞ്ഞുങ്ങളെ ആരോ ചാക്കിൽ കെട്ടി അപ്രത്യക്ഷമാക്കിയത്. ആ അമ്മ അപ്പോൾ മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം അല്ലേ, തൻ്റെ മക്കൾ എവിടെയാണെങ്കിലും സുരക്ഷിതമായി ഇരിക്കണേന്ന്. ഒരുപക്ഷെ ആ പ്രാർത്ഥന ആയിരിക്കാം ബൂക്കി ഇവിടെയും മറ്റു 3 കുഞ്ഞുങ്ങൾ പൊന്നുപോലെ നോക്കുന്ന മറ്റു 2 വീട്ടിലും സുഖമായി ജീവിക്കുന്നുണ്ട്. 1 വർഷമായതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അവന് കഴിക്കാൻ പറ്റുന്ന കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചാലോ എന്ന്. പിന്നെ തോന്നി ഇവൻ അത്ര ഭക്ഷണപ്രിയനല്ലാത്തതുകൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതല്ലേ അതിൻ്റെ ശരിയെന്ന്. യാത്ര പോകുന്നതാണ് അവനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം. വണ്ടിയിൽ പോവുക, പുതിയ പുതിയ സ്ഥലങ്ങളിലൂടെ നടക്കുക. പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് ആഘോഷം 2 ആഴ്ച കഴിഞ്ഞ് മതിയോ ബൂക്കി എന്ന് ചോദിക്കുമ്പോൾ ബൂക്കി എന്നെ ഒരു നോട്ടം. അങ്ങനെ ബൂക്കി വന്ന് കുറച്ചുനാൾ കഴിഞ്ഞ് ബൂക്കിക്ക് കളിക്കാൻ കൂട്ടില്ലാതെ മൂകമായി പോകുന്നു എന്ന് തോന്നിയപ്പോൾ ലക്കി ബേബി വന്നു. അപ്പോൾ ബൂക്കിയെപ്പോലെ തന്നെ ഞങ്ങളുടെ വീട് ഫുൾ ഓണായി. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട് ഏകാന്തത, ഡിപ്രഷൻ എല്ലാം. പക്ഷെ അവർക്ക് അവരുടെ ശരീരം വേദനിക്കുന്നു, മനസ്സ് വേദനിക്കുന്നു, വയറു വിശക്കുന്നു എന്നൊന്നും പറയാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല എന്നുള്ളത് അവരുടെ കുറ്റമല്ലല്ലോ. അങ്ങനെ ലൂണ, മുത്തുമണി, ബൂക്കി, ലക്കി എല്ലാവരുമായി. ലൂണയും മുത്തുമണിയും വന്നിട്ട് 4 വർഷമായി. ഇവരും ഒരു അനാഥമായ സാഹചര്യത്തിലൂടെ പൊടിക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. ബൂക്കി എൻ്റെ കൂടെ കൂട്ടുമ്പോൾ എനിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര വലിയ പ്രളയം ഉണ്ടായാലും ഇവനെ വിട്ട് കളയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. പതിയെ പതിയെ എല്ലാവർക്കും മനസ്സിലായി എൻ്റെ കാലം വരെ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. ഇവർ ആരും ഇല്ലാതെ ഒരു മുന്നോട്ട് പോക്ക് എനിക്കില്ല എന്നുള്ളത്. അങ്ങനെ എതിർപ്പുകളെല്ലാം കുറച്ച് കുറച്ചായി നീങ്ങിത്തുടങ്ങി. പിന്നെ എല്ലാവരും ചോദിക്കും ഇവരെന്തിനാ റൂമിൽ കിടത്തുന്നത്, പുറത്ത് കിടത്തിക്കൂടിയെന്ന്. ഡോഗ് ഒരു കാവലല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇവരെ ഞാൻ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് വളർത്തുന്നത്. അപ്പം എനിക്ക് റൂമിൽ കിടത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞു ബൂക്കി ആയിരുന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ കിടന്നുറങ്ങിയാണ് ശീലം. അപ്പോൾ ഇവൻ വലുതായി എന്നുള്ള തോന്നലേ എനിക്കില്ല. അതുമാത്രമല്ല, ഡോഗ് കാവലായിരിക്കാം, പക്ഷേ ഇവൻ എനിക്ക് കാവലായിട്ടല്ല, ഇവന് കാവലായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ബൂക്കി, ലക്കി ഒന്നും അടുത്തില്ലെങ്കിൽ ഇനി എനിക്ക് ഉറങ്ങാനേ പറ്റില്ല.